ഇന്ന് കുറച്ച് അയിലമീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മുളകിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു ചട്ടി വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായാൽ അതിലേക്ക് ഉലുവ ഇട്ട് പൊട്ടിക്കാം. കുറച്ച് ഉലുവ ചേർത്താൽ മതി. പൊട്ടി വരുമ്പോൾ ചെറിയൊരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് വഴറ്റി കൊടുക്കണം. ഇനി കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞതും ഇഞ്ചി ചതച്ചതും ഇട്ട് കൊടുക്കാം. കൂടുതൽ വെളുത്തുള്ളി ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് പേരുണ്ട്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വരട്ടെ. സവാളയൊക്കെ വഴന്ന് വന്നാൽ നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് തക്കാളി അരിഞ്ഞത് ചേർക്കാം. ഞാൻ 2 തക്കാളിയാണ് ഇവിടെ ചേർത്തിട്ടുള്ളത്. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളിയും തക്കാളിയും ഒക്കെ നന്നായിട്ട് വെന്ത് വരണം. ഇനി നമ്മുടെ മീൻകറിയുടെ ടേസ്റ്റ് കൂട്ടാനായിട്ട് നമുക്ക് കുറച്ച് പഞ്ചസാര കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഞാനിതിലേക്ക് ചേർക്കുന്നത്. അതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കാം. നമുക്ക് എത്ര കറിയാണോ ആവശ്യം അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് തിളപ്പിക്കണം. നന്നായി തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് പുളി കൂടി ചേർക്കാം. ഇനി കഴുകി വൃത്തിയാക്കി വെച്ച മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അത് ഒന്ന് ഇളക്കി കൊടുക്കാം. കുത്തി ഇളക്കി കൊടുക്കുക. നമ്മുടെ മീനൊക്കെ ഒന്ന് ഉടഞ്ഞു പോകും. ചെറുതായിട്ടൊന്ന് ഇളക്കി മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇത് വേഗം തന്നെ വേവും. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീൻകറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റുള്ള മീൻകറിയാണ്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം.